എടാ മക്കളെ, 2000 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഭാഷകൾക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണകൂടം നൽകുന്ന ഒരു പ്രത്യേക അംഗീകാരമാണ് ശ്രേഷ്ഠ ഭാഷാ പദവി അഥവാ ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് എന്നുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇന്ത്യയിലെ നിയുക്ത ശ്രേഷ്ഠ ഭാഷകളുടെ ശരിയായ ലിസ്റ്റ് തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ തിരിച്ചറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയ ആ 11 ഭാഷകൾ അങ്ങ് ഓർത്തു വെച്ചിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. എന്നാൽ അതൊന്ന് സെറ്റ് ആക്കിയാലോ? നോക്കിയടാ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്ത്യയിലെ നിയുക്ത ശ്രേഷ്ഠ ഭാഷകളുടെ ശരിയായ ലിസ്റ്റ് തിരിച്ചറിയുക. അതാ കൊടുത്തിട്ടുണ്ട്. തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ എന്നുള്ളതാണ്. കൂടാതെ ഉറുദു, ഹിന്ദി ഒക്കെ ഇതാ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കറക്റ്റ് ലിസ്റ്റ് ഇതാ കിടപ്പുണ്ട്. നോക്കിക്കോ. തമിഴിന് 2004 കിട്ടിയത്, സംസ്കൃതം 2005, കന്നഡ 2008. 2008 2 ഭാഷകൾ കിട്ടിയിട്ടുണ്ട്, കന്നഡയും തെലുങ്കുമാണ്. 2013 മലയാളമാണ്. 2014 ഒഡിയ. 2024 5 ഭാഷകൾക്കാണ് കിട്ടിയിട്ടുള്ളത്, അസാമീസ്, ബംഗാളി, മറാഠി, പാലി, പ്രാകൃത്. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യനും ഉണ്ട് ആൻസറും ഉണ്ട്. അപ്പൊ ഇനി കമന്റ് പറയല്ലേ ആൻസർ പറഞ്ഞിട്ടില്ല, ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ എന്ന്. ഓക്കെ, അടുത്ത കണ്ടന്റ് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.